അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല ഗൈസ്, ജസ്റ്റ് ഒരു ക്ലീനിങ് ആണ്. തലേദിവസം ഉണ്ടാക്കിയ ഗ്രിൽ ചിക്കൻ്റെ ട്രേയും പിന്നെ ഗ്രില്ലും സ്റ്റോവും ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫെയർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മണ്ടയിലൊന്ന് കോട്ട് ചെയ്തു. അതിന് മുന്നേ ആയിട്ട് ഞാൻ ചൂടുവെള്ളം തിളപ്പിച്ച് ഒരു 20 മിനിറ്റ്സ് അതിനകത്ത് ചുമ്മാ വെള്ളം ഇട്ട് വെച്ച് സോക്ക് ചെയ്ത് എൽബോ ഗ്രീസും ഫെയറും ഒഴിച്ച് വെച്ചിട്ടാണ് അത് കഴിഞ്ഞ് ഞാൻ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ക്ലീനിങ് പരിപാടിയെല്ലാം ചെയ്യുന്നത്. സാധാ പോലെ അത് കഴിയുമ്പോഴത്തേക്കിനും എല്ലാവിധ മെഴുക്കുകളും വരും. പിന്നെ അവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി തുടച്ച് കഴുകി നല്ല ക്ലീൻ ആൻഡ് ഏരിയ ആയിട്ട് ഞാൻ വെച്ചു. അത് കഴിഞ്ഞ് സ്റ്റോവിൻ്റെ ഏരിയയിലേക്ക് പോയി എൽബോ ഗ്രീസ് എല്ലാം ഒന്ന് സ്പ്രേ ഓൾറെഡി ഒരു 20 മിനിറ്റ്സ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടെ വന്ന് ഒന്നുകൂടി ഇതൊന്ന് അടിച്ച് ക്ലീൻ ചെയ്യുന്നത്. അവിടെയെല്ലാം നല്ല മെഴുക്കൊക്കെ ആയിട്ട് വൃത്തിയായിട്ടിരിക്കുക ഗൈസ്. ആ ഭിത്തിയും ആ സൈഡെല്ലാം കണ്ടാൽ നിങ്ങൾക്കറിയാം. ആ തുണി ഒന്ന് കഴുകി തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ ഒന്നും കൂടെ ഞാൻ അവിടെ എല്ലാം ഒന്ന് തുടയ്ക്കുന്നത്. അത് കഴിഞ്ഞ് ഒന്നുകൂടെ അതെല്ലാം കഴുകി വൃത്തിയാക്കി പിന്നെയും ഒന്നും കൂടെ അവിടെ എല്ലാം തുടയ്ക്കും. അങ്ങനെയെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കി. അപ്പോൾ പരിസരം എല്ലാം വൃത്തിയായിട്ടിരിക്കുന്ന കാണുമ്പോൾ പിന്നെ ഒരു പ്രത്യേക രസമാണ്. അത് കഴിഞ്ഞിട്ട് ആ സ്റ്റോവിൻ്റെ അകത്ത് തന്നെ ഓരോ ആ ഒരു വട്ടമായിട്ടിരിക്കുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം പിന്നെയും ഓരോന്നായിട്ട് എടുത്ത് അതിൻ്റെ അകമെല്ലാം ഒന്നുകൂടെ ഒന്ന് എൽബോ ഗ്രീസും കാര്യങ്ങളെല്ലാം ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് ഉരച്ച് വൃത്തിയാക്കി തുടച്ച് വെക്കുന്ന രംഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സെഫോറയുടെ സ്പ്രേ അടിച്ചു. ഇതൊരു മൾട്ടി പർപ്പസ് ക്ലീനറാണ്. അത് ബാക്ടീരിയസിനെയും ഇമ്പ്യൂരിറ്റീസിനെല്ലാം നല്ലതായിട്ട് ക്ലീൻ ചെയ്യും. അപ്പോൾ അതെല്ലാം അടിച്ച് ഒന്നും കൂടെ നല്ലൊരു സ്മെല്ല് വരും അവിടെയെല്ലാം. സൈഡിലെ പാൻട്രീസിലും എല്ലാം അടിച്ചു. എന്നിട്ട് എൽബോ ഗ്രീസും ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ വീഡിയോയിൽ. നല്ലതായിട്ടൊന്ന് തുടച്ച് അവിടെ ഒന്നും കൂടെ നല്ല രീതിക്ക് പൊടിയെല്ലാം പോകുന്ന രീതിയിൽ വൃത്തിയാക്കി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ്. ദൈവം അനുഗ്രഹിക്കട്ടെ.